പണ്ട് ഒരു വലിയ പുഴയുടെ തീരത്ത് നിൽക്കുന്ന മനോഹരമായ ഒരു അത്തിമരത്തിൽ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. ആ മരത്തിലെ തേൻ പോലെയുള്ള മധുരമുള്ള അത്തിപ്പഴങ്ങൾ കഴിച്ചാണ് അവൻ ജീവിക്കുന്നത്. അതേ പുഴയിൽ തന്നെ ഒരു മുതലയും താമസിക്കുന്നുണ്ടായിരുന്നു. കുരങ്ങൻ ഇടയ്ക്കിടെ മധുരമുള്ള പഴങ്ങൾ പറിച്ച് പുഴയിലേക്ക് ഇട്ടുകൊടുക്കും. അതൊക്കെ മുതല കഴിക്കുകയും ചെയ്യും. അങ്ങനെ അവർ നല്ല കൂട്ടുകാരായി മാറി. ഒരിക്കൽ മുതല കുറച്ച് അത്തിപ്പഴങ്ങൾ തന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അത് കഴിച്ചപ്പോൾ ഭാര്യയ്ക്ക് ഒരു ദുരാഗ്രഹം തോന്നി. അവൾ പറഞ്ഞു, ഇത്രയും മധുരമുള്ള പഴങ്ങൾ കഴിക്കുന്ന ആ കുരങ്ങന്റെ കരളിന് എന്ത് മധുരമായിരിക്കും, എനിക്ക് അവന്റെ കരൾ തന്നെ തിന്നണം. ഭാര്യ നിർബന്ധിച്ചപ്പോൾ സങ്കടത്തോടെയാണെങ്കിലും മുതല തന്റെ കൂട്ടുകാരനെ ചതിക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം മുതല കുരങ്ങന്റെ അടുത്തെത്തി പറഞ്ഞു, കൂട്ടുകാരാ, എന്റെ ഭാര്യ നിന്നെ വിരുന്നിന് വിളിക്കുന്നു, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. നീന്താൻ അറിയാത്ത കുരങ്ങൻ പേടിച്ചപ്പോൾ മുതല പറഞ്ഞു, നീ പേടിക്കണ്ട, എന്റെ പുറത്ത് കയറിയിരുന്നോ, നിന്നെ ഞാൻ സുരക്ഷിതമായി എത്തിക്കാം. കുരങ്ങൻ മുതലയുടെ പുറത്ത് കയറി. പുഴയുടെ നടുവിലെത്തിയപ്പോൾ മുതല സത്യം വെളിപ്പെടുത്തി, എന്റെ ഭാര്യയ്ക്ക് നിന്റെ കരള് തിന്നണം, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. കുരങ്ങൻ ഇത് കേട്ട് ഞെട്ടിപ്പോയി. എങ്കിലും പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധി അവൻ പ്രയോഗിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, ഈ കാര്യം നേരത്തെ പറയണ്ടേ, ഞങ്ങൾ കുരങ്ങന്മാർ സാധാരണ കരള് മരക്കൊമ്പത്തല്ലേ ഊരി വെക്കാറുള്ളത്, അതെടുക്കാൻ നമുക്ക് തിരിച്ചു പോകണ്ടേ. വിഡ്ഢിയായ മുതല ഇത് വിശ്വസിച്ചു. കരളെടുക്കാനായി അവൻ കുരങ്ങനെയും കൊണ്ട് വേഗം കരയിലേക്ക് നീന്തി. കരയോടടുത്തതും കുരങ്ങൻ ഒറ്റച്ചാട്ടത്തിന് അത്തിമരത്തിന്റെ മുകളിൽ കയറി സുരക്ഷിതനായി. മുകളിലിരുന്ന് അവൻ മുതലയോട് വിളിച്ചു പറഞ്ഞു, വിഡ്ഢി മുതലേ, ആരെങ്കിലും കരൾ ഊരി വെക്കാറുണ്ടോ? നിന്നെ പോലെയുള്ള ചതിയന്മാരുമായി ഇനി എനിക്ക് കൂട്ടുകൂടണ്ട, ഓടിക്കോ ഇവിടുന്ന്. ഇത് കേട്ട മുതല തന്റെ അബദ്ധം മനസ്സിലാക്കി നാണക്കേടോടെ വെള്ളത്തിനടിയിലേക്ക് പോയി. അപ്പോ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.